രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഹരി ശരണം മേ തവ ചരണയുഗം ഹരി ശരണം മേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദനാമ സങ്കീർത്തനം. അധ്യാത്മരാമായണ ചിന്തന ഇതാ ഈ ഒരു സപ്താഹം ഇവിടെ സമാപിക്കുകയാണ്. ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഏവരുടെയും പാദങ്ങളിൽ മനസ്സാ നമസ്കരിക്കണം. എന്താച്ചാൽ അതീവ ശ്രദ്ധയോട് കൂടിയിട്ട് ഇരുന്ന ശ്രോതാക്കള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവത് സ്വരൂപങ്ങൾ തന്നെയാണ്. ആ ഭഗവത് സ്വരൂപങ്ങളായ എല്ലാവരെയും ഇതാ മനസ്സാ നമസ്കരിക്കുകയാണ്. നല്ലൊരു ആശ്രമം, അഭേദാശ്രമം. മിക്കവാറും ദിവസങ്ങളിൽ ഇവിടുത്തെ ചില ചിത്രങ്ങളൊക്കെ ചിലപ്പോൾ മനസ്സിൽ വരാറുണ്ട്. എന്താ അതിന് കാരണം എന്ന് ചോദിച്ചാൽ 365 ദിവസം 24 മണിക്കൂറും സദാ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന മഹാമന്ത്രമാണ് അതിന് കാരണം. ഭാഗ്യം ചെയ്തവരാണ് ഈ തിരുവനന്തപുരം വാസികളെ. എന്നുവെച്ചാൽ സദാ നാമജപം മുഴങ്ങുന്ന ഒരാശ്രമത്തിൽ ഒന്നിങ്ങനെ ഇടയ്ക്കെങ്കിലും ഒന്ന് വരാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. നാമജപം കലികാലത്ത് അതേ ഉള്ളൂ നമുക്ക്. ഈ രാമായണവും ഭാഗവതവും ഇനി എന്തൊക്കെ ഉപദേശങ്ങൾ പറഞ്ഞാലും ഈ ഉപദേശങ്ങൾ ഉപസംഹരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. അതേ നാമജപത്തിലാണ്. അപ്പോൾ നാമജപത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ്. അതും ലളിതമായ നാമം ജപിച്ചോളൂ. ഹനുമാനൊക്കെ സുന്ദരകാണ്ഡത്തിൽ പറഞ്ഞില്ലേ, അധികമൊന്നും ബുദ്ധിമുട്ടേണ്ട രാവണ എന്നാണ് പറഞ്ഞത്. രജനിചര വനദഹന മന്ത്രാക്ഷരദ്വയം രാമ രാമേതി. രാക്ഷസീയ ശക്തികളെ മുഴുവൻ ഇല്ലാതാക്കി തീർക്കുന്ന 2 അക്ഷരമുള്ള ആ നാമത്തെ സദാ ജപിച്ചുകൊണ്ടേ ഇരുന്നുള്ളൂ. ഈ നാമജപമാണ്